വാട്സ്ആപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് സ്കൈ ബ്ലോക്കുമായിട്ട്. സോ ഇന്ന് ഞാൻ കുറേ ഗ്രാൻഡ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഈ കുറേ സ്റ്റാക്ക് കോപ്പിച്ചുകൊണ്ട് 1 2 3 4 5 മുക്കാൽ 5 സ്റ്റാക്ക് കോപ്പിച്ചുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യാൻ ഗോളൊന്നുമില്ല. രാത്രിയായി. ഞാൻ AFK ഇരുന്ന് കുറച്ച് നേരം AFK നിന്ന് അന്നേരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പണിയാണ് ഈ ഒരു മൂഫാൻ വേണ്ടി ഞാൻ വിചാരിച്ചത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പോണാവട്ടെ, എന്നാൽ സ്പോണാകുമ്പോഴേ ഇതിൽ നിന്ന് കിട്ടുന്ന ലൂട്ട്സൊക്കെ ഒരു മൂഫാൻ പോലെ ഉണ്ടാക്കിയത്. രാത്രി ആകുമ്പോൾ അങ്ങോട്ട് മാറി ഇരിക്കുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും സ്പോണായിട്ട് ഇവിടെ എന്തെങ്കിലും സ്പോണായിരിക്കും രാത്രിയിൽ. അന്നേരം ഞാൻ തിരിച്ചെൻ്റെ ബേസിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ തല്ലി കൊല്ലാൻ പറ്റും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് ഒരു മൂഫ് ഇങ്ങോട്ട് വരാതിരിക്കും ഇതൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ വർക്കാവുന്നില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടി വിട്ടും ഞാനേ എൻ്റെ ബേസ് വരുന്ന പതുക്കെ എത്തട്ടെ. കോബിൾ സ്റ്റോണും കൊണ്ട് നടക്കുമ്പോൾ ഈ പേടി. 5 സ്റ്റാക്ക് കുറേ നേരം ഇരുന്ന് ഉണ്ടാക്കിയതാണ്. 5 സ്റ്റാക്ക് ഇന്ന് വെച്ചില്ലെങ്കിൽ പണിയാവും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കറക്റ്റ്. ഇപ്പോൾ 1 2 3 4 5 6 ഓക്കെ 5 സ്റ്റാക്കാണ്. പിന്നെ ഞാൻ ഇത്ര നേരം മൈൻഡിൽ 4 വിക്കേക്സ് ഉണ്ടാണ്. ഞാൻ 4 വിക്കേക്സ് ടോട്ടൽ ക്രാഫ്റ്റ് ചെയ്തു. ആ 4 വിക്കേക്സിൽ ഒന്നാമത്തെ പിക്കേക്സ് പൊട്ടി, രണ്ടാമത്തെ പിക്കേക്സ് പൊട്ടി, മൂന്നാമത്തെ പിക്കേക്സ് ഇതാണ്ട്. എൻ്റെ ഹെൽത്ത് നിങ്ങൾ കണ്ടോ? ഈ പിക്കേക്സിൻ്റെ ഇതൊന്ന് മറിഞ്ഞ് ആ പിക്കേക്സിൻ്റെ ഹെൽത്ത് കണ്ടോ നിങ്ങൾ? അതൊക്കെ അത്രയും ആയി ഹെൽത്ത്. ഇത് പിന്നെ ഒരെണ്ണം യൂസായില്ല. ഞാൻ 45 വരെ വെച്ചിട്ട് ഈ പിക്കേക്സിൻ്റെ ഹെൽത്ത് നിങ്ങളെ കാണിച്ചിട്ട് ബാക്കി വാങ്ങിച്ചെന്ന് ഈ 15 മതി കറക്റ്റ് ഒരു സ്റ്റേക്കാവാൻ. ഓക്കെ, അതും നിങ്ങൾ കാണിച്ചൊക്കെ വാങ്ങിച്ച്. ഓക്കെ, പിക്ക് കൂട്ടി. മതി 15 കോബിൾ സ്റ്റോൺ ഇതുകൂടെ കൂട്ടുമ്പോൾ കറക്റ്റ് എൻ്റെ കയ്യിൽ 6 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ആണില്ലേ. 60 ഉള്ളല്ലോ. ബാക്കി എന്ത്? ഇത് 1 2 3 4 5 എടാ 60 ഉള്ളടാ. ബാക്കിയൊക്കെ അവിടെ പോയി. കുറച്ച് 10 ഇല്ല 4 2 ഓക്കെ ഗൈസ് 3 4 4 കോബിൾ സ്റ്റോൺ. ഇപ്പോൾ 3 6 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉണ്ട്. ഇങ്ങോട്ട് കുഴി ചാടല്ലേ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എവിടോട്ട് പോകാം? അതാണ് നമ്മുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻ. ഞാൻ എന്തോ ഇപ്പോൾ എടുത്ത് എറിഞ്ഞോ മാക്സ്? ഒരു മാക്സ് അവിടെ കൊണ്ടുപോയി. ഞാൻ എവിടെ അവിടെ മാക്സ് എന്ത് ചെയ്യും? അതുകൊണ്ടറിയാം കുഴി വല്ലതും ആണോ അടിയിലോട്ട്? അപ്പോൾ എന്തിനാണ് ഞാൻ അവിടെ അത് വെച്ച്? എനിക്കറിഞ്ഞോ ഞാൻ എന്താ കാണിച്ചതെന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ പലരും ഞാൻ ചെയ്തു, പക്ഷെ ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. അവിടെ കുഴി പോവല്ലേ ഒന്ന്. ഇപ്പം ഇതിനായിരുന്നല്ലേ ഞാൻ വെച്ചിരുന്നത് അവിടെ? അല്ല, അത് ഞാൻ മാറ്റിയാൽ ഇത് നമുക്ക് തിരിച്ചു വെച്ചേക്കാം. ആൻഡ് ഈ 6 സ്റ്റാക്ക് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കണം. ചുറ്റിനും ഉള്ള എവിടെയെങ്കിലും പോയി നോക്കണം. ഈ ഇത് കൊള്ളത്തില്ല. നമുക്ക് പുത്തനൊരെണ്ണം ഉണ്ടാക്കണം. അത് ജാവയിലെ വർക്കാവും. ജാവയിൽ ഭയങ്കരമായിട്ട് മോസ് പോകണം പെട്ടെന്ന്. അപ്പം ഞാൻ റണ്ടർ കൂട്ടിയിടാൻ പോവാണ്. റണ്ടർ ഡിസ്റ്റൻസ് മാക്സ് ഇടാൻ പോവാണ് ഞാൻ. മാക്സ് എന്ന് വെച്ചാൽ ഫുള്ളി മാക്സ്. എനിക്ക് എത്ര പറ്റുമോ അത്രയും. എൻ്റെ ഫോണിൽ 12 ജങ്ക് ഇടാൻ പറ്റും. ഇപ്പോൾ PC ഇടുന്ന 60 ഇടായിരുന്നു. 12 പറ്റും ഫോണിൽ. നൈറ്റ് ആയതുകൊണ്ടാകുന്നു കാണത്ത് ആയിരിക്കും. ഒന്നും കാണുന്നില്ല. വെട്ടം അവിടേക്ക് എന്തോ ഉണ്ടെന്ന് മാത്രം കാണാം. അവിടെ എന്തോന്നുണ്ട്. നൈറ്റിൽ പോകാൻ എനിക്ക് പേടിയോ. ഇവിടെ ഫാൻ്റെ ഉണ്ട് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ രാവിലെ ആവുന്നവരെന്ന് വയ്ക്കാം. അതൊരു മൈൻഡ് ചെയ്യാം.
അപ്പോൾ ഈ പിക്കേക്സും പകുതിയായി. ആക്സ് തിരിച്ചു വെച്ചിട്ട് ഈ സ്റ്റോൺ ഇവിടെ വെക്കാം. അപ്പോൾ 8 സ്റ്റാക്ക് പിക്കേക്സ് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. അല്ലേ രാവിലെ ആവുന്നവരെ ഞാൻ നിൽക്കുന്നില്ല. പകരം ഞാൻ ബ്രിഡ്ജ് ഇപ്പോൾ കുഴിയിലെങ്ങാനും വീണാല ഒരാഴ്ചത്തേക്ക് പിന്നെ ഞാൻ സ്കൈ ബ്ലോക്ക് കളിക്കത്തില്ല. ഓക്കെ, നമ്മുടെ 8 സ്റ്റാക്കുണ്ട്. സോ ഇതൊക്കെ എല്ലാം ഞാനിപ്പോൾ സ്ലാബ് ആക്കുന്നില്ല, എന്നാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു 1 സ്റ്റാക്കോ എല്ലാം എടുത്ത് 1 സ്റ്റാക്കോ എല്ലാം മതി. 1 സ്റ്റാക്ക് കൊടുത്തോണെങ്കിൽ നല്ല കുറേ കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഡോണ്ട് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നവരെ ഡോണ്ട് വേസ്റ്റ് കോബിൾ സ്റ്റോൺ. ചുമ്മാ ഓവറാക്കണ്ട. കണ്ടോ, ഇത് തന്നെ സ്റ്റാക്ക് കണക്കിന് ഉണ്ടാക്കാം. ഒരു 2 സ്റ്റാക്ക് ഉണ്ടാക്കാം നമുക്ക്. ഈ ഒരു 1 സ്റ്റാക്കിൽ നിന്ന് 2 സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഓ ജസ്റ്റ് 62. ഇത് മതി. നമുക്ക് ഇത് കൊണ്ടങ്ങ് പോവാം. ഓക്കെ, തിരിച്ചു വെച്ച് എന്നിട്ട് ഇനി ഇവിടെ ഒരു വീടോടെ പണിയണം നമുക്ക്. ഇപ്പോൾ ബേസ് എന്ന് പറയാൻ ഒന്നുമില്ല. ആകെപ്പാടെ ഒരു മരം, 2 മരമുണ്ട്, ഒരു പെട്ടിയുണ്ട്, 2 കോബിൾസ്റ്റോൺ. ഇതെൻ്റെ ബേസ് ആക്കിയാൽ പോരാ. ഒരു വീട് പണിയണം. ഇവിടെ നമുക്ക് ഇച്ചിരി കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു വീടൊക്കെ പണിയാം നമുക്ക്. അങ്ങോട്ട് പോയാലോ? അവിടെ എന്തോ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. അവിടെ മഷ്റൂമാണ്, തെളിഞ്ഞ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ബ്രിഡ്ജിങ് ടു ദാറ്റ് ഐലൻഡ്. അങ്ങ് കാണുന്ന ആ ഐലൻഡോട്ട് ഇവിടുന്ന് പോകണം. ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്ക് ബ്രിഡ്ജിങ് അറിയാം, സ്പീഡ് ബ്രിഡ്ജിങ്. പക്ഷേ ഞാൻ സ്പീഡ് ബ്രിഡ്ജിങ് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാം പോകും. 2 സ്റ്റാക്ക് സ്ലാബ്. ടാറ്റ ബൈ ബൈ പറയാം. എനിക്ക് ഇല്ല, ഇത് ജംഗിളാണ്. വേണ്ട, ഇപ്പോൾ പമ്പിൻ ഇരിക്കുന്നു. അവരിതെന്ത് ചെയ്യാനാ കോപ്പിടിച്ചോ? ഇവിടെ പമ്പിനൊക്കെ ഇരിപ്പുണ്ട്. പമ്പിനല്ല, വാട്ടർ മെലോൺ. ജംഗിളാണ് തോന്നുന്നത്. ഇവിടെ 2 ബ്ലോക്ക് ആക്കണം, അല്ലെങ്കിൽ ഞാൻ താഴെ വീഴും. ബാമ്പു ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. അടുത്ത അച്ചീവ്മെൻറ്റ് കിട്ടി. ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് ആണ് കണ്ടു പറഞ്ഞു. ഓക്കെ, സൺഫ്ലവർ. സൺഫ്ലവർ കിട്ടി. ഇവിടെ ഇതിരിപ്പുണ്ടല്ലോ, കൊക്കോ ഇല്ല, ഇത് കോക്കോ ബി എന്തോരം ഇതിൻ്റെ പേര്. ഇതെന്തിനാ നമുക്ക് വേണ്ടതായാലും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഇത് എന്തോരം സോമ്പല്ലേ, സോമ്പായിരുന്നു തോന്നുന്നു. സോമ്പ്. അവിടെ വെള്ളമൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ എഡിറ്റ് ചെയ്തെടുത്ത് സൂം ചെയ്ത് കാണിക്കാം. അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളമില്ല, നീല വേസത്തി. നീ നമുക്ക് തിരിച്ചു. എൻ്റെ ഇതൊക്കെ കണ്ടോ? എൻ്റെ എന്തൊരു ബുദ്ധിയൊന്നുണ്ടോ എനിക്ക്. ഇതിനകത്തോട്ട് ഇറങ്ങി കുഴിക്കാനൊക്കെ പറ്റും. എൻ്റെ ബുദ്ധി. ഓക്കെ, അടുത്ത ഇനി നമുക്ക് ബേസ് പണിയാം. അതിനായിട്ട് ആദ്യം നമുക്ക് മരം വെട്ടാം. ഒരു മിനിറ്റ്, മരം എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത് ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു ബ്ലോക്ക് വെച്ചായിരുന്നല്ലോ. ഈ മരം കൊണ്ട് ഈ തടി മാറ്റിയിട്ടേ ഇവിടെ വേറെ ഏതെങ്കിലും വെക്കാം. ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചാൽ മതി. ഞാൻ ഇന്നാളും ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ട്രാപ്പ് ഡോർ വെച്ചാൽ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ നേരം നിൽക്കുമായിരിക്കും. ലോഗ് എടുക്കണം. ലോഗ് വെച്ച് എന്തായാലും ഞാൻ വീട് പണിയത്തില്ല. ഇത് മാത്രം എടുക്കും, പ്ലാങ്കേ എടുക്കും. ഞാൻ ലോഗ് വെച്ച് പണിയാമെന്ന് തോന്നുന്നുണ്ടോ? അത്രയും എനിക്ക് ഇഷ്ടപ്പെടാം. എൻ്റെ ലോഗ് മൊത്തം തീരും. ഇതിനകത്ത് നിന്ന് ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ എത്ര 6 വേണം. ഓക്കെ, 2 ട്രാപ്പ് ഡോർ കിട്ടി. ഓക്കെ, 2 ട്രാപ്പ് ഡോർ കിട്ടി. ഇനി ഇതെടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം. അയ്യോ, ഞാൻ ഇപ്പോഴും ഇതെടുക്കാൻ മറന്നുപോയി. ആക്സ് അതെടുക്കാം. ആക്സിങ് എടുത്ത് ആക്സ് പോരട്ടെ. സാപ്ലിങ് ആണ്. ഡർട്ട് കൈ കിട്ടൂ. എനിക്ക് ഡർട്ട് ഭയങ്കര ഇതാണ്, ഭയങ്കര റെയർ ഡർട്ട്. ഞാൻ ഇതൊക്കെ ചെയ്തില്ല. കോഴ്സ് ഡർട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് ഗ്രാവൽ വേണം. സോംബി വേണം. സോംബി ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ സോംബി വേണം. സോംബി വേണമെങ്കിൽ മോഫം വേണമെങ്കിൽ ഇനിയൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കണം. അതിനായിട്ടുള്ള സാധനങ്ങൾ വേണം. അതിനായിട്ട് വേറൊന്നും വേണ്ട. ഇനി ആകെ കുറച്ച് എല്ലാം എൻ്റെ ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ എടുക്കത്തില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ് മടി. മൈൻക്രാഫ്റ്റിൽ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അതാണ് മെയിൻ പ്രശ്നം, അതാ മടിയാണ്.
മടിയില്ലായിരുന്നെങ്കിൽ എന്ത് ഇപ്പം ചെയ്ത് തീർത്താൻ. ഇപ്പം ഇനി മടി ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഔട്ട്രോ പറയാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ എപ്പിസോഡ്. ഇനി അടുത്ത എപ്പിസോഡായിട്ട് എല്ലാവർക്കും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.